ഇന്ന് വായിക്കുന്ന ഈ വചനഭാഗം ഒരുപക്ഷെ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ളതാകാം. ഇന്ന് വലിയൊരു തിരിച്ചറിവ് നമുക്ക് ഈ വചനത്തിലൂടെ കർത്താവ് തരാൻ പോകുകയാണ്. ടുഡേസ് വേർഡ് you might have heard it many times, but it is going to be a giving and true enlightenment of this word of God. ഈ വചനത്തിൻ്റെ ഒരു ഭയങ്കരമായ ഉൾക്കാഴ്ച പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. ഈ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച Gospel of John chapter 4 verses 24, 23 and 24. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23, 24 തിരുലിഖിതങ്ങൾ. ഇത് ശമര്യക്കാരത്തിയോട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്നതാണ്. ശമര്യക്കാരത്തിയോട് this is Jesus is talking to Samaritan woman. Hallelujah. But the hour is coming. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും അതുപോലെ but the hour is coming and the hour is here when the true worshippers will worship the Lord in the spirit and the truth, for Father seeks such as these who worship him. മലയാളത്തിലൂടെ വായിച്ചു. യോഹന്നാൻ 4:24. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇങ്ങനെയുള്ള ആരാധകരെയാണ്. അങ്ങനെയുണ്ടോ മലയാളത്തില്? ഇല്ല. ഓക്കെ. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം. അവൻ വരുമ്പോൾ 23 യോഹന്നാൻ 4:23. എന്നാൽ യഥാർത്ഥ ആരാധകർ the true worshippers, യഥാർത്ഥ ആരാധനക്കാര് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് today what are we going to hear is the true worshipper. We are going to hear about the true worshipper. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആരെ പറ്റിയാണ്? സത്യാരാധനക്കാർ. ഒന്ന് കരം ഉയർത്തി എന്ന് പറഞ്ഞ പദം സത്യാരാധനക്കാർ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, true worshippers. സത്യാരാധനക്കാർ. അപ്പോൾ വർഷിപ്പേഴ്സും ഉണ്ട്, ട്രൂ വർഷിപ്പേഴ്സും ഉണ്ട്. There are worshippers and true worshippers. ആരാധനക്കാരും ഉണ്ട്, സത്യാരാധനക്കാരുമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആരാധനക്കാരനാണോ അതോ സത്യാരാധനക്കാരനാണോ. ഹല്ലേലൂയ. ഞാൻ ആരാധനക്കാരനാണോ അതോ സത്യാരാധനക്കാരനാണോ എന്ന്. ഹല്ലേലൂയ. സത്യാരാധനക്കാരൻ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒന്നുകൂടി വചനം വേണം വായിക്കാം. What is how we can differentiate whether I am a true worshipper or worshipper? How we can differentiate? ആ ഡിഫറൻഷിയേഷൻ വരുന്ന എവിടാന്നറിയാമോ? എങ്ങനെയാണ് അത് വ്യത്യാസപ്പെടുത്താൻ നമുക്ക് പറ്റുന്നത്? അത് വ്യത്യാസപ്പെടുത്താൻ പറ്റുന്നത് ഈ ഒരു വചനത്തിലാണ്. സത്യാരാധനക്കാർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. True worshippers will worship God in the spirit and the truth. അപ്പോൾ ട്രൂ വർഷിപ്പർ ആരാണ്? ട്രൂ വർഷിപ്പർ ശരീരം കൊണ്ട് ആരാധിക്കുന്നവനല്ല, മനസ്സുകൊണ്ട് ആരാധിക്കുന്നവനല്ല. യഥാർത്ഥ ആരാധനക്കാരൻ, സത്യാരാധനക്കാരൻ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവനാണ്. ഒന്ന് പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ ആരാധനയ്ക്ക് നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. in worshiping we have many options. What is the first option we have? എന്താ നമുക്കുള്ള ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്? നമുക്ക് എങ്ങനെയൊക്കെ ആരാധിക്കാം ദൈവത്തെ? എങ്ങനെയൊക്കെ ആരാധിക്കാം ദൈവത്തെ? ആരാധിക്കുന്നത് എങ്ങനെയൊക്കെ ആരാധിക്കാം? ആദ്യമേ പറയുകയാണ്, ദൈവത്തെ ആരാധിക്കുന്നത് മനസ്സുകൊണ്ട് ആരാധിക്കാം. നമ്മൾ 3 അവസ്ഥയുണ്ട്. അതാദ്യം ഞാൻ പറയാം. ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. വി ഹാവ് 3 in us. വാട്ട് ഈസ് ദാറ്റ്? ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. നമുക്ക് മൂന്നെണ്ണം നമ്മളിലുണ്ട്. ഒന്ന് പറഞ്ഞേ, ദേഹം, ദേഹി, ആത്മാവ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 365 ഖണ്ഡിക വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇതിൽ ദേഹവും ദേഹിയും ഒന്നായി സഞ്ചരിക്കുന്നു. ദേഹവും ദേഹിയും ഒന്നായി സഞ്ചരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ദേഹം, ദേഹി, ആത്മാവെന്ന 3 തിരിവ് ലോകത്തിനുള്ളതുപോലെ സഭയ്ക്കില്ല. പിന്നെ എങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്? ദേഹവും ദേഹിയും ഒന്നായിരിക്കുമ്പോൾ മനുഷ്യനിൽ ആത്മാവ് വ്യത്യസ്തമായി സഞ്ചരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ദേഹമുണ്ട്, ദേഹിയുണ്ട്, എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കാണുന്നത്, നിങ്ങൾ രാജൻ ബ്രദറിനെ കാണുന്നത് ദേഹത്തിലാണ്, ഈ ശരീരം കാണുന്നത് ദേഹത്തിലാണ്. എന്നാൽ ഈ ശരീരത്തെ ഞാൻ നോവിച്ചാൽ ഈ ശരീരത്തിലെ
ദേഹി എനിക്ക് കാണാം. ഏതാണ് ആ ദേഹി? ഈ ശരീരത്തിൻ്റെ വിചാര വികാര ക്രോധാദികൾ. അതാണ് ഈ ശരീരത്തിൻ്റെ ദേഹി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇച്ഛ, ഇദ്ദേഹത്തിൻ്റെ ആശ, ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അനിഷ്ടം, ഇഷ്ടം, വിചാരം, വികാരം, ഇതെല്ലാം വരുന്ന എവിടെയാണ്? ദേഹിയിലാണ് വരുന്നത്. എന്നാൽ എനിക്ക് എത്ര ആക്രമിച്ചാലും ആക്രമിക്കാൻ കഴിയാത്ത ഒന്ന് ഇദ്ദേഹത്തിലുണ്ട്. അതിന്റെ പേരറിയാവുന്നവരെന്ന് കരമുയർത്തി പറഞ്ഞേ, ആത്മാവെന്നാണ്. എന്താ അതിന്റെ പേരെന്ന് ഉറക്കെ പറഞ്ഞേ? ആത്മാവെന്ന്. നമ്മൾ എന്തൊക്കെയുണ്ട്? ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. എന്തുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് ദേഹവും ദേഹിയും ഒന്നാണെന്ന്? എന്തുകൊണ്ടത്? ദേഹമില്ലെങ്കിൽ ദേഹിയില്ല, ദേഹിയില്ലെങ്കിൽ ദേഹമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദേഹമുണ്ടെങ്കിലേ ദേഹത്തിന്റെ ഇച്ഛയുണ്ട്, ദേഹമുണ്ടെങ്കിലേ ദേഹത്തിന്റെ ആഗ്രഹമുണ്ട്. ദേഹമില്ലാതെ ദേഹത്തിന് ആഗ്രഹമുണ്ടോ? ദേഹമില്ലാതെ ദേഹത്തിന്റെ ഇച്ഛയുണ്ടോ? ദേഹമില്ലാതെ ദേഹത്തിന്റെ പിടിവാശിയുണ്ടോ? കോപമുണ്ടോ? ക്രോധമുണ്ടോ? ശാഠ്യമുണ്ടോ? ദ്വന്ദ്വപക്ഷമുണ്ടോ? ഭിന്നതയുണ്ടോ? അസൂയുണ്ടോ? പിണക്കമുണ്ടോ? ഇതെല്ലാം എവിടെ ഉള്ളത്? ദേഹത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ദേഹി ആക്റ്റീവായിട്ടുള്ളൂ. എത്ര ക്ലിയർ ആയിട്ടാ സഭ അത് പഠിപ്പിക്കുന്ന അറിയാമോ? ഹല്ലേലൂയ. സോൾ ഈസ് ആക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് ഈസ് വിത്ത് ദ ബോഡി. ഹല്ലേലൂയ. എപ്പോഴാണ് സോള് ദേഹി ആത്മാ ആക്റ്റീവായിട്ടിരിക്കുന്നത്? ദേഹത്തോട് കൂടി ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ മരണത്തെ പല പേരുകൾ വിളിക്കുന്നത്. ദിവംഗതനായി, നിര്യാതനായി, ദേഹവിയോഗം നടത്തി, മരിച്ചുപോയി, കാഞ്ഞുപോയി, ആള് പോയി. എന്താ ഈ പോയത്? അവിടെ കിടപ്പുണ്ട് അയാളുടെ ദേഹം. അയാളുടെ ദേഹിയാണ് അയാളിൽ നിന്ന് പോയത്. അയാളുടെ ആത്മാവാണ് അയാളിൽ നിന്ന് പോയത്. ദേഹി എങ്ങോട്ടാ പോയത്? ദേഹി ദേഹം അവസാനിക്കുമ്പോൾ അവസാനിച്ചു. കാരണം ഇത് രണ്ടും ഒന്നായി സഞ്ചരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 3 ഖണ്ഡികകളായിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കണം. ഒഫീഷ്യൽ ടീച്ചിങ് അബൌട്ട് ദ സോൾ ഇൻ ദ ചർച്ച്. യു ഹാവ് ടു ലേൺ ഇറ്റ് ഫ്രം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. അത് വളരെ ആധികാരികമായ പഠിപ്പീരാണ്. 3ാമത്തെ തലമാണ് എന്ത്? ആത്മാവ്. ചേർന്ന് പറഞ്ഞേ, ആത്മാവ്. അപ്പൊ ദൈവത്തെ എനിക്ക് എങ്ങനെയൊക്കെ ആരാധിക്കാം? ദേഹം കൊണ്ട് ആരാധിക്കാം. പിന്നെ വൈകാരികമായ ആരാധനയാണ് ദേഹി കൊണ്ട് ആരാധിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ക്യാൻ വർഷിപ്പ് ഗോഡ് വിത്ത് മൈ ബോഡി. ദെൻ ഐ ക്യാൻ വർഷിപ്പ് ഗോഡ് വിത്ത് മൈ ഇമോഷണൽ റെലം. That is called worshiping God in my soul. At the same time, I can have another option, that is worshiping God in the spirit. എനിക്ക് 3ാമതൊരു പദവി കൂടെ ദൈവം തന്നിരിക്കുകയാണ്. എന്താണ് 3ാമത്തെ പദവി? ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. എന്താണ് ദേഹം കൊണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? ശരീരം ഉപരിവിപ്ലവാത്മകമായ രീതിയിൽ ചടുല നീക്കങ്ങൾക്ക് വിധേയമാക്കി ദൈവത്തെ ആരാധിക്കുക. കൈ ഉയർത്തുക, കൈ അടിക്കുക. ഇപ്പൊ കൈ ഉയർത്തണമെന്നില്ല, ഞാൻ പറഞ്ഞത്. കൈ ഉയർത്തുക, കൈ അടിക്കുക, തുള്ളിച്ചാടി ആരാധിക്കുക. എന്തെങ്കിലും എൻ്റെ അത് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ആരാധനകൾ മിക്കതും ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ദാവീദ് രാജാവ് പേടകത്തിന് മുമ്പിൽ തുള്ളിച്ചാടി ആരാധിക്കുന്നു. ദേഹം കൊണ്ടുള്ള ആരാധനയാണ്. Hallelujah. King David is dancing before the Ark of the Covenant. He is dancing with his body and he is praising God with his body. ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. പിന്നെ നമ്മൾ കാണുകയാണ് ശാരീരികമായ ബലികൾ അർപ്പിച്ച് ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. രണ്ടാമത്തെ ആരാധനയുടെ രീതി എന്താണ്? സോൾ തലത്തിലുള്ള ആരാധനയാണ്. വൈകാരികമായ ആരാധനകൾ. ആരാധനയിൽ കരച്ചിലുണ്ടല്ലേ? ആരാധനയിൽ നെഞ്ചുപൊട്ടും ചിലപ്പോഴല്ലേ? ആരാധനയുടെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് അണപോലെ നദി ഒഴുകുന്ന പോലെ കണ്ണീര് കവിൾത്തടങ്ങളിലൂടെ ഒഴുകുന്നത്. അത് വൈകാരികമായ ആരാധനയാണ്. അതും വളരെ വിലയുള്ളതാണ്. ഹന്ന കർത്താവിന് മുമ്പിൽ കരയുകയായിരുന്നു. പെനീന എന്ന തൻ്റെ കൂട്ട സഹോദരിക്ക് മക്കളുണ്ടായി. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ പല പ്രാവശ്യം ഹന്ന ദൈവസന്നിധിയിൽ കണ്ണീരൊഴിക്കുകയാണ്. അത് ദേഹത്തിന്റെ ആരാധനയല്ല. പിന്നെ എന്താണ്? അത് ദേഹിയുടെ ആരാധനയാണ്. കണ്ണീർ കൊണ്ട് കാല് കഴുകിയുള്ള ആരാധന, വൈകാരിക വിക്ഷോഭത്തിന്റെ ആരാധന, പൊട്ടിക്കരഞ്ഞുള്ള ആരാധന, നെഞ്ചുപൊട്ടിയുള്ള ആരാധന, നെഞ്ചുപൊട്ടിയുള്ള പ്രാർത്ഥനകൾ. അത് 2ാമത്തെ തലമാണ്. എന്നാൽ 3ാമതൊരു തലമുണ്ട്. ആ തലത്തിലേക്കാണ് ശമരിയക്കാരിത്തിയെ കർത്താവ് വിളിക്കുന്നത്. കൈയടിച്ചോ ഈശോയ്ക്ക് ആരാധന. നല്ലതായിട്ട് കൈയടിച്ചു.
ആ തലത്തിലേക്കാണ് ശമരിയക്കാരത്തിയെ ഈശോ ക്ഷണിക്കുന്നത്. ഈശോ വ്യക്തമായിട്ട് പറയുന്നു, അതിന്റെ സമയം വന്നിരിക്കുന്നു. ഒന്നുകൂടെ ആ വചനം വായിക്കും. യോഹന്നാൻ 4:23. John chapter 4 verse 23. God is calling, Jesus is calling Samaritan woman into the third realm, which is the realm of the spirit. There you are worshiping God in the truth and the spirit. It's truth and the spirit, or the spirit and the truth. But the hour is coming. നോക്കിയാ വചനം എങ്ങനെ പോകുന്നത്? But the hour is coming. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. കണ്ടോ, സമയം വരുന്നു. ഇംഗ്ലീഷ് നോക്കി. But the hour is coming. Read it again. But the hour is coming, and it is here, now here, when the true worshippers will worship Father in the true spirit and the truth. യഥാർത്ഥ ആരാധനക്കാർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വന്നിരിക്കുന്നു. മലയാളത്തിൽ വായിച്ചു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. ആദ്യത്തെ സമയം വന്നിരിക്കുന്നു. അത് പറഞ്ഞു. സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. സമയം വരുന്നു. കണ്ടോ. ഒന്ന് കരമയത്തി പറഞ്ഞ് സമയം വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടാ യേശു സംസാരിക്കുന്നതെന്ന് അറിയാമോ? ശമരിയക്കാരത്തിയോട്. ഇവർക്ക് ജെറുസലേമിലാണോ ആരാധന നടത്തുന്നത്? അല്ല. ശമരിയർ പഴയ നിയമം മുഴുവൻ വിശ്വസിക്കുന്നവർ പോലും അല്ല. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകം മാത്രം വിശ്വസിക്കുന്നവരാണ് ശമരിയക്കാർ. ശമരിയക്കാര് സങ്കീർത്തനവും പ്രവാചകനും ഒന്നും വിശ്വസിക്കുന്നില്ല. ശമരിയക്കാർ ഇത് വിശ്വസിക്കുന്ന എന്താണ്? Samaritans are only believing the first 5 books of the Bible. It's called Pentateuch. അത് മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. They never go Jerusalem to worship God. അവര് ജെറുസലേമിൽ ദൈവത്തെ ആരാധിക്കാൻ പോകാറില്ല. അവരുടെ ആരാധന നടക്കുന്നത് ജെറുസലേമിലല്ല. in Jerusalem they have no temple, no access. അവർക്ക് ജെറുസലേമിൽ ആരാധനയ്ക്ക് പ്രവേശനമില്ല. തീണ്ടലുള്ള ജാതിയാണ്. അവർക്ക് അങ്ങോട്ട് അവരെ കയറ്റത്ത് പോലും ഇല്ല അവിടെ. അപ്പൊ അവർക്ക് വേറെ ഒരു മലമുകളിൽ യെരൂശലേമിൽ ആരാധനയ്ക്കുള്ള ആലയമുണ്ട്, മലയുണ്ട്. ആ മലമുകളിൽ അവരുടെ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ അവരുടെ വിധികളുണ്ട്, ആരാധനകളുണ്ട്. അവർ 2 ആരാധനക്കാരെ ഒന്നിച്ച് സംസാരിക്കുകയാണ്. 2 പക്ഷക്കാരൊന്നിച്ച് സംസാരിക്കുകയാണ്. ഒരാൾ അവിടെ പോയി ആരാധിക്കുന്നു, ജെറുസലേമിൽ പോയി ആരാധിക്കുന്നു. മറ്റൊരാൾ അവിടെ പോയി ആരാധിക്കുന്നു, ഗെരോസോം മലയിൽ പോയി ആരാധിക്കുന്നു. ഈ 2 ആരാധനക്കാർ ആരാധനാ വിഷയം സംസാരിക്കുക. ആരാധന വിഷയമാണല്ലോ ഇപ്പോഴത്തെ മുഴുവൻ സംസാരം. അന്നും എന്നും ആരാധനയുടെ പേരിലാണ് വിഷയം. ഇത് ആരാധനക്കാർ സംസാരിക്കുക. ഒരാൾ പറയാണ് ജെറുസലേമിൽ പോയി ആരാധിച്ചാലേ ശരിയാവുള്ളൂ. മറ്റേ ആൾ പറയാണ് അല്ലല്ലല്ല, ജെറുസലേമിലൊന്നും പോയി ആരാധിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ദൈവത്തെ ആരാധിച്ചു. ഇവിടെ ഞങ്ങളുടെ ആലയമുണ്ട്, ഇവിടെ ഞങ്ങളുടെ പ്രവാചകന്മാർ ഞങ്ങൾക്കില്ല, പക്ഷെ ഇവിടെ ഞങ്ങളുടെ ദൈവമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ആരാധിക്കുക. ആരാധനയുടെ പേരിൽ വഴക്ക് പിടിക്കുമ്പോൾ ഈശോ ഒരു വലിയ സത്യം കൊണ്ടിരിക്കുകയാണ്. എന്നാ ഈശോ കൊണ്ടിരുന്ന സത്യം? ഒരു സമയം വരാൻ പോകുന്നു. ഒന്ന് കൈയടിച്ചോ ഈശോക്കാരൻ. ഒരു സമയം വരാൻ പോകുന്നു. ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന നാഴിക വരുന്നു. കൈയടിച്ചോ ഈശോയ്ക്ക് ആരാധന. എന്നാ കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഹല്ലേലൂയ. യേശു യഹൂദനാണ്. സ്വാഭാവികമായിട്ട് യേശു സപ്പോർട്ട് ചെയ്യേണ്ടത് ജെറുസലേമിലെ ആരാധനയാണ്. ശമരിയക്കാരത്തി യഹൂദ അല്ല. അവൾ ആരാധനയ്ക്കായിട്ട് കണ്ടെത്തേണ്ടിയ സ്ഥലം അവരുടെ മലയാണ്. സ്വാഭാവികമായിട്ടും ആരാധന അവിടെയാണ് നടത്തേണ്ടത്. പക്ഷെ ഈശോ തൻ്റെ ആരാധന സ്ഥലവും നിന്റെ ആരാധനാ സ്ഥലവും എന്ന വ്യത്യാസം കൂടാതെ പറയുകയാണ്, ഞാൻ ആരാധിക്കുന്ന സ്ഥലവും മാറും, നീ ആരാധിക്കുന്ന സ്ഥലവും മാറും. എവിടെ നിന്ന് എങ്ങോട്ട് മാറും? കർത്താവ് പഠിപ്പിക്കുക. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്നാ കർത്താവ് പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. സത്യ നമസ്കാരികൾ, സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ. സത്യ നമസ്കാരികൾ, സത്യാരാധനക്കാർ. എങ്ങനെ 23, 24 വചനം. യോഹന്നാൻ 4:23. യഥാർത്ഥ ആരാധനക്കാർ ആത്മാവിലും സത്യത്തിലും. അവരുടെ തുടക്കം എവിടെയാ? ആത്മാവിൽ. ഹല്ലേലൂയ. ഇപ്പൊ ഇതുവരെ എവിടെയാ തുടക്കം? ദേഹത്തില.
ശരീരം കൊണ്ട് മലയിൽ പോകുന്നു, ശരീരം കൊണ്ട് ബലിയർപ്പിക്കുന്നു, ശരീരം കൊണ്ട് ആടിനെ കൊണ്ടുപോകുന്നു, കൈയാകുന്ന ശരീരം പിടിച്ചുകൊണ്ട് ആടിനെ കൊണ്ടുപോകുന്നു. ഈശോ പറയുന്നു യഥാർത്ഥ ആരാധന തുടങ്ങാൻ പോവാ. എവിടെ യഥാർത്ഥ ആരാധന തുടങ്ങുന്നേ? ആത്മാവിലാ തുടങ്ങുന്നേ. ഹല്ലേലൂയ. എന്നാ എൻ്റെ തിയറി? യോഹന്നാന്റെ സുവിശേഷത്തിൽ ഓരോ പ്രമേയങ്ങൾ പാസ്സാക്കുമ്പോഴും അതിനിടയിൽ ഒരു തിയറി കൊടുക്കും. എന്നാ തിയറി എന്ന് 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാ തിയറി? ദൈവം ആത്മാവാണ്. അത് വായിച്ചോ. ദൈവം ആത്മാവാണ്. ദൈവം ദേഹമല്ല, ദൈവത്തിന് ദേഹമില്ല. ദൈവം ദേഹിയിൽ ബന്ധിതനല്ല. God is spirit. What theory he is bringing it here? God is spirit, and those who worship him must worship in spirit and truth. ദൈവം ആത്മാവാണ്. മലയാളത്തിൽ അവിടുത്തെ ആരാധിക്കുന്നവർ ദൈവം ആത്മാവാണ്, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. കണ്ടോ? ദൈവം ആത്മാവാണ്. കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ, ദൈവം. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞാലോ. ദൈവം ആത്മാവാണ്, എനിക്ക് ആത്മാവുണ്ട്. ഇത് രണ്ടും കൂടെ പറ. എനിക്ക് ആത്മാവുണ്ട്. ഒന്നുകൂടെ പറ. ദൈവം ആത്മാവാണ്, എന്നിൽ ആത്മാവുണ്ട്. ഒന്നുകൂടെ പറ. ദൈവം ആത്മാവാണ്, God is spirit and I am a spirit being as well. ഞാൻ ഒരു ആത്മരൂപിയും കൂടിയാണ്. ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് പറഞ്ഞിട്ട് ദൈവം ആത്മാവാണ്, ഈ ദൈവവുമായി ബന്ധപ്പെടാൻ ദൈവം തന്ന ആത്മാവ് എന്നിലുണ്ട്. വസിക്കുന്നു. ഹല്ലേലൂയ. കൈയടിച്ചൊന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ. നിന്നോണ്ട് ഇത് കേട്ടിട്ടിരുന്നാ മതി. ശ്രദ്ധിച്ചു കേട്ടോ. ദേഹിയേക്കാൾ ദൈവവുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒന്ന് ദൈവത്തിൻ്റെതായി നമ്മളെ തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ആത്മാവ്. നിങ്ങളുടെ ദേഹം കണക്ട് ആകാൻ പാടാ. ഹല്ലേലൂയ. ഗത്സമനയുടെ പൂങ്കാവനത്തിൽ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു, ഈശോയ്ക്ക് പിതാവിനെ ആരാധിക്കാൻ കഴിയുന്നു. ഈശോയെ പോലെ തന്നെ നടന്ന ശിഷ്യന്മാർക്ക് പകൽ ഈശോയെ കൂടുതൽ തിരക്കിട്ട് യാത്ര ചെയ്തു സൂക്ഷിച്ചതും ആ ഈശോയ്ക്ക് ഗത്സമനയുടെ പൂങ്കാവനത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നു. പക്ഷെ ശിഷ്യന്മാർ നിദ്രാവിവശരായിരിക്കും. ഈശോ എന്താ കാരണമെന്ന് വ്യക്തമായിട്ട് പറയുന്നു. അതറിയാവുന്നവരൊന്ന് കരമുയർത്തി പറഞ്ഞു. അണ്ടാ ചേച്ചി പറയുന്ന അവിടെ ആത്മാവ് സന്നദ്ധമാണ്. കണ്ടോ, ഇതാ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് ഒന്ന് പറഞ്ഞേ. ആത്മാവ് In the garden of Gethsemane, when everyone was praying, Jesus forced his disciples to pray, stay awake and pray that you may not fall into the time of trial. Jesus said, the very next part it says, ഇത് നിങ്ങൾ പരീക്ഷണത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറഞ്ഞ ഭാഗമാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, ശരീരം ബലഹീനമാണ്, ആത്മാവ് ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ശരീരം ബലഹീനമാണ്. ഇതാ പ്രശ്നം. That's the problem. അപ്പൊ ദൈവമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ഏതിനാ? പറഞ്ഞേ ആത്മാവിന്. എന്നോട് പറഞ്ഞേ, എന്റെ ആത്മാവ് സജ്ജമാണ്. ഓ, നല്ല പദം. ഒന്ന് പറഞ്ഞേ നല്ലട്ടൊന്ന് പറഞ്ഞേ. ആത്മാവ് സജ്ജമാണ്. ഓൾവേസ് റെഡി, ഓൾവേസ് അവൈലബിൾ. ഞാൻ എപ്പോഴും റെഡിയാണ്. ആത്മാവ് എപ്പോഴും റെഡിയാണ്, സജീവമാണ്, ആക്റ്റീവാണ്, ഓൾവേസ് അവൈലബിൾ. പക്ഷേ the spirit indeed is willing, but the flesh is weak. Spirit is indeed is willing, but the flesh is weak. Oh, കാല് കഴിക്കുന്നു, നടുവ് എടുക്കുന്നു, മുട്ട
മുട്ടുവേദനയാ. പിന്നെ എന്നാ പറയുന്നത്? ഉറക്കം വരുന്നു. ഓ, എന്തുമാത്രോ വായിക്കോട്ടെ വരുന്നേ. വല്ലോണ്ടെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന വായിക്കോട്ടേ ഇല്ല. വായിക്കോട്ടെ എന്ന് തന്നെയല്ലേ ഇവിടെ പറയുന്നത്. തൃശ്ശൂരിനെ അതിന് പറയുന്നത് ഈ സ്ഥാനത്തിന് കോട്ടുവാ. ആ, അയലത്തെ അവളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു കോട്ടുവായും ഇല്ല. കൊന്തയെല്ലാം കയ്യിലെടുത്തപ്പോ തുടങ്ങി ഇത് വായ അടച്ചു നിൽക്കുന്നില്ല, തുറന്നു പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാ കാര്യം? ആത്മാവ് സജ്ജമാണ്. ഒന്ന് പറഞ്ഞേ, ആത്മാവ് സജ്ജമാണ്. ഞാൻ ചോദിക്കട്ടെ, ഗത്സമനയുടെ പൂങ്കാവനത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്ന ആ പകല് ശിഷ്യന്മാരാണോ കൂടുതൽ അധ്വാനിച്ചത്, ഈശോയാണോ കൂടുതൽ അധ്വാനിച്ചത്? ഈശോയാ. അപ്പൊ സ്വാഭാവികമായിട്ട് ക്ഷീണം വരേണ്ടത് ആർക്കാ? പക്ഷെ ആരാ ഉറങ്ങുന്നത്? അപ്പോഴേ മനസ്സിലായി, കണക്ട് ചെയ്യേണ്ട പോലെ കണക്ട് ചെയ്താൽ, കണക്ട് ചെയ്യേണ്ടിടത്ത് കണക്ട് ചെയ്താൽ ശരീരത്തെ അതിജീവിക്കാൻ ആത്മാവിന് പറ്റും. കേട്ടില്ല. എനിക്ക് നിപ്പും മട്ടുമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്ന കേട്ടില്ലെന്ന്. വേണ്ട പോലെ പരിശീലിപ്പിച്ചാൽ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ശരീരത്തെ ഒതുക്കാൻ പറ്റും. ശരീരമാണ് പരിശീലിക്കപ്പെടുന്നതെങ്കിൽ ആത്മാവ് ഒതുക്കപ്പെടും. ആത്മാവാണ് പരിശീലിക്കപ്പെടുന്നതെങ്കിൽ ശരീരം ഒതുക്കപ്പെടും. കൈയടിച്ചു സ്തുതിച്ചോ, നല്ലതായിട്ട് സ്തുതിച്ചോ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആരാധന വരുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാനും മനസ്സിലാലോചിക്കും, പറ്റുന്നില്ല. കുറെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ അതുകൊണ്ട് വേണ്ടാന്ന്. കണക്ട് ചെയ്യേണ്ടത് ഇതുവരെ കണക്ട് ആയിട്ടില്ല. ഇതാണ് ഈശോ പറയുന്ന സമയം വന്നിരിക്കുന്നു. ഓ, ഒന്ന് പറഞ്ഞ പദം, സമയം വന്നിരിക്കുന്നു. ഓ, ഹല്ലേലൂയ. തീയറി സമയം വന്നിരിക്കുന്നു എന്നല്ല, ആരാധിക്കുന്ന സമയം വന്നിരിക്കുന്നു. തീയറി അതല്ല, തീയറി എന്നാ? ഗാഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. അതാ തീയറി. ഇനി എന്നാ ഡെഫിനിഷൻ എന്നാ പറഞ്ഞു? ഗാഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. കർമ്മീയത്തിൽ പറഞ്ഞേ, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് ഈസി ആയിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന എവിടോട്ടാ? ബാക്കിയെല്ലാം ഒരുക്കമാ. ശരീരം കൊണ്ട് ഒരുങ്ങിയിട്ടുണ്ട്, കുളിച്ചു, ഒരുങ്ങി, നല്ല ഉടുപ്പിട്ടു, നന്നായിട്ട് മേക്കപ്പ് ചെയ്തു, നല്ലതായിട്ട് വെളിച്ചെണ്ണയോ എന്തൊക്കെയോ തേച്ചു, നല്ല മിടുക്കനായിട്ട് വന്നിരിപ്പുണ്ട്. ശരീരം ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ ആരൊരുങ്ങിയിട്ടില്ല. ഈ ദൈവവുമായിട്ട് ബന്ധപ്പെടണോ? ഏതുവഴിയാണ് ഏറ്റവും എളുപ്പം? പറഞ്ഞേ, ഏതുവഴിയാണ് ഏറ്റവും എളുപ്പം? ആത്മാവായിട്ട്. കാരണം തിയറി എന്നാ തിയറി? God is spirit. ദൈവം ആത്മാവാണ്. Easily you will get access in your spirit, more than body, more than soul. So worship should start from the body realm. It has to move to the soul realm. Then finally real worship starts in the spirit realm. അവിടെയാണ് ആരാധന തുടങ്ങുന്നത്. ശരീരത്തിലാണ്. ആരാധന തുടരുന്നത് ബോധമനസ്സിലാണ്. എന്നാൽ ആരാധനയാകുന്നത് ആത്മാവിലാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു നോക്കി. ആരാധന തുടങ്ങുന്നത് ശരീരത്തിലാണ്. ആത്മാരാധന തുടരുന്നത് മനസ്സിലാണ്, ദേഹിയിലാണ്. ആരാധനയാകുന്നത് ആത്മാവിലെത്തുമ്പോഴാണ്. ഹല്ലേലൂയ. ദ ഇന്റീരിയർ കാസൽ എന്ന പേരുള്ള ഒരു പുസ്തകമുണ്ട്. ആവിലായിലെ അമ്മ ത്രേസ്യയുടെയാണ്. കേട്ടിട്ടുണ്ടോ ആവിലായിലെ അമ്മ ത്രേസ്യ എന്നൊക്കെ? ഞാൻ ഈ അടുത്ത കാലത്ത് ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയത് കേട്ടോ. ഞാനൊരു പെന്തക്കോസ് പാസ്റ്റർ ആയിരുന്നു. ഞാൻ ആവിലായിലെ അമ്മ ത്രേസ്യ എന്നൊന്നും പഠിച്ചിട്ടും കേട്ടിട്ടും പോലുമില്ല. 6 വർഷം പെന്തക്കോസ് സെമിനാരി പഠിച്ചിട്ട് ഞാൻ ആവിലായിലെ അമ്മ ത്രേസ്യ എന്നോ കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെന്നൊന്നും കേട്ടിട്ട് പോലുമില്ല. ഈ അടുത്ത നാളുകളിൽ എനിക്ക് തോന്നുന്നൊരു 4 വർഷം മുമ്പാണ് എനിക്ക് ഇന്റീരിയർ കാസൽ എന്ന് പറയുന്ന പുസ്തകം ഞങ്ങളുടെ ചാപ്പലൈന് അറിയിച്ചു തന്ന് കിട്ടുന്നത്. അപ്പോൾ അവിടെ ആ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ആന്തരികമായ ആരാധനയുടെ ആഴം മനസ്സിലായത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന കൈകൊട്ടാണ്, ശരീരം അനക്കുന്നതാണ്, തുള്ളുന്നതാണ്, ചാടുന്നതാണ് ആരാധന, ഇതൊക്കെയാണ്. പക്ഷേ അതല്ല യഥാർത്ഥ ആരാധന. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുമ്പോൾ പറയുന്നത് ഒരു വലിയ കൊട്ടാരത്തിന് തുല്യമാണ് നിങ്ങളും ഞാനും. അതിൽ പല മുറികളുണ്ട്.
ഈ ഓരോ മുറികളിലൂടെ പ്രവേശിച്ചാണ് ഏറ്റവും ഒടുവിൽ ആരാധന ആരംഭിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് യഥാർത്ഥ ആരാധന തുടങ്ങുന്നത്. ഈ വലിയ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാർ, നമ്മുടെ ഈ ഇൻ ദ നെയിം ഓഫ് ജീസസും ജോയ്സും ബ്രദറും ഒക്കെ, ഈ വലിയ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ പുസ്തകം ഒരു പാരായണ രൂപത്തിൽ സാധാരണക്കാർക്ക് പറ്റുന്ന പോലെ ചെയ്യണം. വലിയ യൂട്യൂബ് ചാനലുള്ളവർ, ഞങ്ങളെപ്പോലുള്ളവരല്ല, ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. കാരണം അത് ഒത്തിരി പേർക്ക് അത് അനുഗ്രഹമായിട്ട് മാറും. കാരണം അത് വലിയ ആത്മീക സത്യങ്ങളിലാണ് നമ്മളെ നയിക്കുന്നത്. നിങ്ങൾ ഇരിക്കാൻ മറന്നുപോയി അല്ലേ? സോറി, എക്സ്ട്രീംലി സോറി. ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ കേട്ടോ. എഴുതോ, കുഴപ്പമില്ല. I don't mind. You can sit, no problem. ഇരിക്കാൻ നിങ്ങൾ മറന്നുപോയി, സോറി. ശ്രദ്ധിച്ച് കേട്ടോ. ഇതൊന്ന് സ്വരമുയർത്തി ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പൊ ഇതെന്താണ്? സമയം. ഈശോ പറയുകയാണ്, ഇതുവരെ ഈ ആരാധന തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ ഞെട്ടുകയാണ്. 14,000 വർഷം പഴയ നിയമത്തിൽ ആരാധന നടത്തിയിട്ട് ഇപ്പൊ ഈശോ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറയാ സമയം വരുന്നുണ്ട്. 14,000 വർഷം വർഷിപ്പ് നടക്കുക. Over 4,000 years they were worshiping God. In the same place Jesus entered and said, the time is coming. Time has come. സമയം വരുന്നു, സമയം വന്നിരിക്കുന്നു. എന്നിട്ട് ഈശോ പറയുക, ട്രൂ വർഷിപ്പ്, സത്യാരാധനക്കാർ, ദൈവത്തെ ആത്മാവിലെ സത്യത്തിലെ. അപ്പൊ ദൈവമേ, മോസസ് ആരാധിച്ചല്ലോ അങ്ങേ, ജോഷുവ ആരാധിച്ചല്ലോ അങ്ങേ, അഹരോൻ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തല്ലോ, ജോസഫ് അങ്ങേ ആരാധിച്ചല്ലോ, അബ്രഹാം അങ്ങേ ആരാധിച്ചല്ലോ, ടാബർനാക്കൾ ഉണ്ടായി അങ്ങേക്ക് ആരാധന നടത്തിയല്ലോ. 10 ലക്ഷത്തിലധികം മൃഗങ്ങളെയാണ് ഒരു പെസഹായുടെ ദിവസം ആരാധനയുടെ പേരിൽ മുക്ര മുഴക്കി കൊന്നുകൊണ്ടിരുന്നത്. ചോരപ്പുഴയൊഴുകുമായിരുന്നു അവിടെ. കണ്ടം തുണ്ടമായി ആടിനെയും മാടിനെയും വെട്ടി നുറുക്കി അതിന്റെ മജ്ജ വേറെ, മേജസ് വേറെ വേർതിരിച്ച് ദഹിപ്പിക്കുമായിരുന്നു. ബാബിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ കനല് ചുട്ട് എടുക്കുമായിരുന്നു. ഇതായിരുന്നു പഴയ നിയമത്തിലെ ആരാധന. ഇത് നടത്താൻ അവിടെ പോണായിരുന്നു. അവിടെ പോയി ഊനമില്ലാത്ത ആടിനെയും മാടിനെയും കൊണ്ട് പോയി ചെയ്യണമായിരുന്നു. പക്ഷെ കർത്താവ് പറയാണ് ഒരു സമയം വരുന്നു. ഓ ഹല്ലേലൂയ. ഒരു സമയം വരുന്നു. മെഡിറ്ററേനിയൻ നദീതീരം മുതൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം മുതൽ മുഴുവൻ മനുഷ്യരും ജെറുസലേമിൽ പോയി വഴിയിൽ പോലും കിടന്ന് ആരാധനയ്ക്ക് പോകുമായിരുന്നു. എത്യോപ്യക്കാരൻ ഷണ്ണൻ ജെറുസലേമിൽ എന്തിനാ പോയെന്നറിയാമോ? എത്യോപ്യ എന്ന് ജെറുസലേമിൽ പോയ എന്നതിനെന്നറിയാമോ? ആരാധിക്കാനായിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം ആരാധനയ്ക്ക് എത്ര മൈലുകൾ സഞ്ചരിച്ച് എന്തു വില കൊടുത്ത് അവർ ആരാധിച്ചുണ്ടായിരുന്നെന്ന്. ഹല്ലേലൂയ. ശേബ രാജ്ഞി പൊന്നും കൊണ്ടാണ് ആ ശലോമോന്റെ ദേവാലയത്തില് ട്രില്യൺസ് ഓഫ് ഗോൾഡിന്റെ പൊന്നും കൊണ്ടാ വന്നേ ആരാധിക്കാൻ വേണ്ടി. അപ്പൊ ഈശോ പറയാണ്, യഥാർത്ഥ ആരാധന ഇതുവരെ തുടങ്ങിയിട്ടില്ല, സമയം വരുന്നേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും. Oh, the hour is coming and now it's here when the true worshippers will worship Father in truth and spirit. യഥാർത്ഥ ആരാധനക്കാർ ഒന്ന് വിളിച്ചു പറഞ്ഞു, യഥാർത്ഥ ആരാധനക്കാർ. നന്നായിട്ട് പറഞ്ഞു. ഈ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് ഇന്ന് വചനം കേൾക്കുമ്പോൾ ഈ ഒരു മോഡിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ഈ ഒരു ആരാധന തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കൈയടിച്ച് സ്തുതിച്ചോ, നല്ലതായിട്ട് സ്തുതിച്ചോ, അഭിഷേകത്തെ നിറഞ്ഞ് സ്തുതിച്ചു. ഇന്ന് ഓൺലൈനായിട്ട് those who are joining online, let me tell you, the moment your spirit is engaged with the worship, there you will be seeing the fullness of God and the breakthroughs of God of your life. There you will be seeing, oh, God is working in me. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കുകയാണെന്ന് അനുഭവിക്കാൻ പോകും. സമയം വരുന്നു, സമയം വന്നിരിക്കുന്നു. ഈ 2 പദം എന്ന് പറഞ്ഞേ, സമയം വരുന്നു, സമയം വന്നിരിക്കുന്നു. അതാണ് ഈ സമയം. നോക്കിയോ, ഇത് ഇന്ന് സംഭവിക്കണം. നമുക്ക് ദേഹത്തിൽ നിന്ന് എങ്ങോട്ട് കയറണം? ദേഹിയിലേക്ക് കയറണം.
ഹല്ലേലൂയ. ഇതിന് സമയമെടുക്കുക. സിസ്റ്റേഴ്സിനൊക്കെ ചിലപ്പോൾ പറ്റുന്ന മെഡിറ്റേഷൻ ആയത്. ഹല്ലേലൂയ. ദേഹത്തിൽ നിന്ന് എങ്ങോട്ട് കയറണം? ദേഹിയിലോട്ട് കയറണം. ഒരു ദിവസമെങ്കിലും ഈ ധ്യാന കേന്ദ്രത്തിൽ ഈ ആരാധനയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് വരണം. നിങ്ങൾ കംപ്ലീറ്റ് റീഫ്രഷ് ആകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ലോകത്തിന്റെ പല സ്ഥലത്ത് ഈ ആരാധന ഈ രീതിയിൽ നടത്തുവാനായിട്ട്, ദിവ്യകാരുണ്യ ആരാധന നടത്തുവാനായിട്ടുള്ള പ്രേരണ കിട്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ കണ്ട അത്ഭുതങ്ങൾ ചിന്തിക്കാനും ഊഹിക്കാനും പറ്റാത്ത അതിശയങ്ങളാണ്. കാരണം എന്താ പറയുക, മിക്ക സമയങ്ങളിലും ശരീരത്തിൽ വന്ന് ശരീരത്തിൽ തീരുക ആരാധന. ശരീരം കൊണ്ട് വരുന്നു, ശരീരം കൊണ്ട് തീരുന്നു. കുറെ പെർഫോമൻസ് നടത്തുന്നു, നന്നായിട്ട് വേർത്ത് കഴിയുമ്പോൾ നമുക്ക് റിലീഫാ. ഇന്നെന്തോ ചെയ്യാൻ പറ്റി, ഇന്നെന്തോ ചെയ്യാൻ പറ്റി. എന്നാൽ രണ്ടാമത്തെ തലമുണ്ട്. ഏതാണെന്നറിയാമോ? ദേഹിയുടെ തലം. വൈകാരിക വിക്ഷോഭങ്ങളില്ല, അവിടെ വാക്കുകളില്ല, കരച്ചിലില്ല. മൂന്നാമത്തെ തലത്തിൽ എന്തില്ല? വാക്കില്ല. ശരീരം എവിടെ ഇരിക്കുന്നതെന്ന് പോലും മറന്നുപോകും. ശരീരം എവിടെയാ ഇരിക്കുന്നതെന്ന് പോലും മറന്നുപോകും. പ്രാർത്ഥനയുടെ അരൂപി വ്യാപിക്കുമ്പോൾ, ആരാധനയുടെ അരൂപി വ്യാപിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം ദിവ്യകാരുണ്യ നാഥൻ ആരാണ്? അവിടുന്ന് ആത്മാവാണ്. നമ്മൾ എന്തുണ്ട്? ആത്മാവുണ്ട്. പറഞ്ഞേ തേരി പറഞ്ഞേ ദൈവം ആത്മാവാണ്. ഇങ്ങനെ പഠിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ യോഹന്നാൻ എഴുതിയ 5 പുസ്തകങ്ങൾ നമുക്ക് ബൈബിളിലുണ്ട് കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ 1, 2, 3 ലേഖനം, വെളിപാട് പുസ്തകം, ഇത് 5 എഴുതിയത് യോഹന്നാനാണ്. പഴയ നിയമത്തിലെ 5 പുസ്തകം എഴുതിയത് മോസസ് ആണ്. പുതിയ നിയമത്തിലെ 5 പുസ്തകം എഴുതിയ ആരാണ്? യോഹന്നാനാണ്. അപ്പൊ ഈ യോഹന്നാൻ ലിറ്ററേച്ചറിന്റെ, യോഹന്നാന്റെ എഴുത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്നാണെന്നറിയോ? ഒരു തിയറി പറയും, എന്നിട്ട് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. തിയറി എന്നാ? ഐ ആം ദ റിസറക്ഷൻ, ഞാൻ പുനരുത്ഥാനമാണ്. എന്നിട്ട് പിന്നെ അതെന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. എങ്ങനെ? ലാസറിനെ ഉയർപ്പിച്ചിട്ട്. ഹല്ലേലൂയ. മുന്തിരിവള്ളിയുടെ കഥ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് മുന്തിരിവള്ളിയുടെ കഥ? അത് കൊണ്ടുവന്നിട്ട് ഈശോ പറയും, ഐ ആം ദ ട്രൂ വൈൻ, ഞാനാണ് യഥാർത്ഥ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളാണ്. തിയറി പറയും എന്നാണ്? ഐ ആം ദ വേ. എന്നിട്ട് ഞാൻ വഴി എങ്ങനെയാകുന്നതെന്ന് താഴെ വിശദീകരിക്കും. ഇതേ രീതി ഇവിടെ പറയുന്നത്. എന്നാ തിയറി? ഗാഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാണ്. ഒന്ന് പറഞ്ഞേ, ദൈവം ആത്മാവാണ്. യോഹന്നാൻ 4:24, God is spirit and those who worship him must, it's not optional. സത്യ ദൈവ ആത്മാവാണ്. ദൈവത്തെ വായിച്ചോ, വചനം ഇംഗ്ലീഷ് മലയാളത്തിൽ വായിച്ചോ. യോഹന്നാൻ 4:24, ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. കണ്ടോ, മലയാളത്തിൽ ആ മസ്റ്റ് എന്നുള്ള പദം വന്നിട്ടില്ല. മസ്റ്റ് എന്ന് പറഞ്ഞ എന്നാ? മസ്റ്റ് എന്ന് പറഞ്ഞ എന്നാ? ഇതിവിടെ മസ്റ്റാന്ന് പറഞ്ഞ എന്നാ അർത്ഥം? അച്ഛൻ പറയുക, സത്യത്തെ ഇവിടെ പ്രസംഗിക്കണമെങ്കിൽ ഇത് മസ്റ്റാണ് എന്ന് പറഞ്ഞ എന്നാ എൻ്റെ അർത്ഥം? ഒഴിവാക്കാൻ പറ്റാത്ത സാധനം, ഒഴിവൊഴിവില്ല ഇതിൻ്റെ അകത്ത്. അതാ ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. Those who want to worship him must, നിർബന്ധമായിട്ടും must worship him in spirit and truth. ദൈവത്തെ ആരാധിക്കണം നിർബന്ധമായിട്ടും, ഒഴിവൊഴിവില്ലാതെ. എങ്ങനെ ആരാധിച്ചോണം? ആത്മാവിലും സത്യത്തിലും. കൈയുയർത്തി എന്ന് പറഞ്ഞു, ആത്മാവിലും സത്യത്തിലും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഗത്സമനയിൽ ഈശോ പറഞ്ഞ പദം ഒന്ന് പറഞ്ഞു. സ്പിരിറ്റ്, ആത്മാവ് സന്നദ്ധമാണ്. ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ്, ആത്മാവ് റെഡിയാ കേട്ടോ. ഞാൻ ചേട്ടാ, ആത്മാവ് റെഡിയാ കേട്ടോ, ആത്മാവ് റെഡിയാ കേട്ടോ. സ്പിരിറ്റ്, ആത്മാവ് സജ്ജമാണ്. സ്പിരിറ്റ് ഈസ് റെഡി, സ്പിരിറ്റ് ഈസ് റെഡി, സ്പിരിറ്റ് ഈസ് റെഡി. കണക്ട് ചെയ്യാൻ ആത്മാവ് തയ്യാറാണ്. പെന്തക്കോസ്ത് നാളിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാവുന്നവരൊന്ന് കരമുയർത്തി പറഞ്ഞേ. പറഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ എന്നാ സംഭവിച്ചേ? കേട്ടില്ല. ആത്മാവിലും സത്യത്തിലും. ഓ, അതുവരെ ഇല്ലാത്തതുപോലെ അവരുടെ ആത്മാവും ദൈവമാകുന്ന ആത്മാവും കൂടെ ഒന്ന് കണക്റ്റായി. ഒന്ന് കൈയടിച്ചോ, ഒന്ന് സ്വീകരിച്ചോ. ഓ, അവർ പുതിയ ഭാഷ സംസാരിക്കാൻ തുടങ്ങി. അവർ പുതിയ ഭാഷ സംസാരിക്കാൻ തുടങ്ങി.
ഓ അവര് പുതിയ ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരെ കണ്ടവര് പറഞ്ഞു പരിസരബോധമില്ലാത്ത കുടിയന്മാരായവര്. അവര് പറഞ്ഞു അല്ല 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 അല്ല, മനസ്സിന്റെ തലത്തെ, ഓ ദേഹത്തിന്റെ തലത്തെ, ആത്മാവിന്റെ തലം കേറി മൂടുന്ന ആരാധന ആരംഭിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ മറന്നുപോയി. പേത്യര്, എലാമ്യര്, മെസപ്പൊട്ടോമിയക്കാര്, ഏഷ്യര്, കപ്പദോക്യക്കാര്, ബഥുന്യക്കാര്, ഭൂലോകത്തിലുള്ള സകല ഭാഷക്കാരോട് വന്നിട്ടുണ്ടായിരുന്നു. അവരവരുടെ ഭാഷയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഈ ദൈവത്തിന്റെ രഹസ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഇതെങ്ങനെയാ സംഭവിച്ചേ? അറിയാവുന്നൊരു കരമുയർത്തി പറ. ഇത് ആ സിസ്റ്റർ പറയുന്നു. സിസ്റ്റർ എഴുന്നേറ്റെന്ന് പറഞ്ഞു. സിസ്റ്റർ എഴുന്നേറ്റെന്ന് പറയുന്നു. എങ്ങനെയാ ഇത് സംഭവിച്ച സിസ്റ്റർ? ഓ നല്ലതായിട്ട് പറയുന്നത് സിസ്റ്റർ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവിടെ വന്നു നിന്ന് എല്ലാവർക്കും വേണ്ടി സിസ്റ്റർ അങ്ങ് പറയാൻ പോവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞു. ഇത് സിസ്റ്റർ പറയുമ്പോൾ ഇതിന്റെ ഒരു അഭിഷേകം നമ്മുടെ മേൽ വ്യാപിക്കട്ടെ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവും മനുഷ്യരുടെ ആത്മാവും ഒന്നായി ചേർന്നപ്പോൾ അത് സംഭവിച്ചു. പരിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവ്. ഇതിന് അവിലാൽ അമ്മ ത്രേസ്യയുടെ ഭാഷയില് ആത്മാവുള്ള മനുഷ്യനും ആത്മാവായ ദൈവവും ഒന്നായി ചേരുന്ന നിമിഷം ആരാധന ആരംഭിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുമായിട്ട് ദൈവത്തിന് കണക്ട് ആകാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പുറത്തേത് ആത്മാവാണ്, ഇപ്പുറത്തേത് ദേഹമാണ്. കൈയുമായിട്ട് ദൈവത്തിന് കണക്ട് ആകാം. അതുകൊണ്ടാണ് നിങ്ങളുടെ കൈ അവൻ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നത്. മിണ്ടിക്കേ. ഹല്ലേലൂയ. എന്റെ ശരീരത്തിലെ ഏത് ഭാഗത്തെയും ഈശോയ്ക്ക് സ്പർശിക്കാം. പക്ഷേ അവിടുന്ന് വസിക്കാൻ തെരഞ്ഞെടുത്തത് എന്റെ കണ്ണും മൂക്കും നാക്കും ചെവിയൊന്നും അല്ല കേട്ടോ. ദൈവം ആത്മാവാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ല. 1 കൊരിന്തോസ് 3:16. 1 കൊരിന്തോസ് 3:16. ആ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും. Do you not know that you are the God's temple? You are God's temple and God's spirit dwells in you. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും. കണ്ടോ എന്താ വസിക്കുന്നേ? എന്താ വസിക്കുന്നേ? ദൈവാരൂപിയെ, ദൈവരൂപി. റുഹ ഖദീശോ. ഹല്ലേലൂയ. എവിടെ വസിക്കുന്നു? നിങ്ങളിൽ വസിക്കുന്നു. ആത്മാവായ ദൈവം എങ്ങനെ വസിക്കുന്നു? നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നു. ഒന്ന് പറഞ്ഞേ, എന്റെ ആത്മാവിൽ വസിക്കുന്നു. എന്റെ ആത്മാവിൽ വസിച്ച് എന്റെ ദേഹി അവിടുന്ന് ഭരിക്കുന്നു. എന്റെ ദേഹത്തെ അവിടുന്ന് നിയന്ത്രിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.